നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കുന്ന റിസർവ് ബാങ്കിൽ ജോലി ചെയ്യാൻ അവസരം. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ബിരുദധാരികൾക്ക് ഇപ്പോൾ നേരിട്ട് അപേക്ഷിക്കാം. ഉയർന്ന ശമ്പള സ്കെയിലും ആകർഷകമായ പ്രൊഫൈലും ഒരുമിക്കുന്ന ജോലിയിലെ 650 ഒഴിവുകളിലേക്ക് മാർച്ച് 8 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. രേഖകൾ, ഫയലുകൾ സൂക്ഷിക്കൽ, രേഖ പരിശോധന, പുതിയ കറൻസി വിതരണം ചെയ്യുന്നതിൽ സഹായിക്കുക, ദൈനംദിന പണം ഇടപാട്, സർക്കാർ ട്രഷറി ജോലികളിൽ പങ്കെടുക്കുക എന്നിവയാണ് നിർവഹിക്കേണ്ടത്. ജനറൽ വിഭാഗത്തിൽ 346 ഒഴിവുകളും, പട്ടികജാതിക്ക് 110, പിന്നാക്കം 99, സാമ്പത്തിക പിന്നാക്കം 58, പട്ടികവർഗം 37 എന്നിങ്ങനെയാണ് വിവിധ കാറ്റഗറിയിലുള്ള ഒഴിവുകൾ. അപേക്ഷാ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാല ബിരുദമാണ്. 50% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. പട്ടിക വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. 1-2-2026 തീയതി കണക്കാക്കി 20-നും 28 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. പിന്നാക്കം, പട്ടിക, ഭിന്നശേഷി വിഭാഗം അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3, 5, 10 വയസ്സിളവുണ്ട്. ഭിന്നശേഷിക്കാരിൽ പിന്നാക്കക്കാർക്ക് 13 വയസ്സിന്റെയും പട്ടിക വിഭാഗക്കാർക്ക് 15 വയസ്സിന്റെയും ഇളവ് കിട്ടും. വിധവകൾ, നിയമപരമായി വേർപിരിഞ്ഞ് പുനർവിവാഹിതരാകാത്ത വനിതകൾ എന്നിവർക്ക് 40 വയസ്സ് വരെ അർഹതയുണ്ട്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതമായ ആനുകൂല്യത്തോടെ പരമാവധി 50 വയസ്സ് വരെ അപേക്ഷിക്കാം. റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് സേവനത്തിന് പരമാവധി 3 വർഷം ഇളവ് ലഭിക്കും. തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഓൺലൈനായുള്ള പ്രിലിമിനറി മെയിൽ പരീക്ഷകൾ, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. പ്രിലിമിനറി പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള പരീക്ഷ 1 മണിക്കൂറായിരിക്കും. 100 മാർക്കായിരിക്കും. 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 30 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിംഗ് എബിലിറ്റി 35 എന്ന വിധത്തിലായിരിക്കും ചോദ്യങ്ങളുടെ ഘടനയുണ്ടായിരിക്കുക. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് നെഗറ്റീവ് ആകും. പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെ മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും. മെയിൻ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിൽ, സമയം 135 മിനിറ്റ്, ആകെ മാർക്ക് 200, എല്ലാം 1 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ് എന്നിങ്ങനെ 5 വിഷയങ്ങളിൽ നിന്നും 40 വീതം ചോദ്യങ്ങൾ ഉണ്ടാകും. ഇവിടെയും തെറ്റുത്തരത്തിന് 0.25 നെഗറ്റീവ് മാർക്കുണ്ട്. മെയിൻ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ ഭാഷാ പ്രാവീണ്യ പരീക്ഷയ്ക്ക് ഹാജരാകണം. ഇതൊരു യോഗ്യത തെളിയിക്കൽ മാത്രമാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള പ്രാഥമിക പരിജ്ഞാനം അത്രമാത്രം. തുടർന്ന് നിയമനത്തിനുള്ള മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ശമ്പളം സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ശമ്പള സ്കെയിൽ 29,000 മുതൽ 78,640 രൂപ. മറ്റ് അലവൻസുകളും ഉണ്ടായിരിക്കും. ബാങ്കിന്റെ താമസ സൗകര്യം ഇല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 15% വീട്ടുവാടകയായി ലഭിക്കും. തുടക്കത്തിൽ 60,000 രൂപയുടെ അടുത്ത് പ്രതിമാസ ശമ്പളം പ്രതീക്ഷിക്കാം. പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ 11 പ്രതീക്ഷിക്കാം. ഇതിന് കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കൊച്ചി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. കവരത്തി, മംഗളൂരു, ഉടുപ്പി, മൈസൂർ, കോയമ്പത്തൂർ, സേലം, വെല്ലൂർ, തിരുനെൽവേലി തുടങ്ങിയിടങ്ങളിലും പരീക്ഷ എഴുതാം. ഫൈനൽ പരീക്ഷ ജൂൺ ആദ്യവാരത്തിലായിരിക്കും. ഫൈനൽ പരീക്ഷയ്ക്ക് കോഴിക്കോട്, തൃശൂർ, കൊച്ചി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, കവരത്തി, കോയമ്പത്തൂർ, തിരുനെൽവേലി, വെല്ലൂർ, സേലം, ഉടുപ്പി, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സെന്ററുകളുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. 450 രൂപയാണ്. പട്ടിക ഭിന്നശേഷി വിഭാഗത്തിന് 50 രൂപയാണ് ഉള്ളൂ. റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഫീസ് ഇല്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.rbi.org.in എന്ന വെബ്സൈറ്റ് നോക്കേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.